എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഒരു ബജിയാണ്. നമുക്ക് വീട്ടിൽ ഉരുളൻകിഴങ്ങ് എല്ലാവരും വീട്ടിലുണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കടലമാവാണ്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ചേശ്ശെ വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് കട്ടിയോട് കൂടിയിട്ട് വേണം ഈ മിശ്രിതം നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും തരി ഇല്ലാണ്ട് വേണം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഉരുളൻകിഴങ്ങാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിറച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിലിടുക. വെള്ളത്തിലിടുന്നത് ഇതിൻ്റെ കറ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. ഉരുളൻകിഴങ്ങ് അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് കനം കുറച്ചിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. എന്നാൽ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടുള്ളൂ. കട്ടിയായിട്ട് അരിയാൻ പാടില്ല. സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസറിൽ അരിയുമ്പോൾ ഒന്നും കൂടി നമുക്ക് കനം കുറച്ചിട്ട് അരിയാൻ പറ്റും. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കടലമാവിലും മുക്കിയിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് മുക്കി ഓരോന്നും എണ്ണയിലിടുക. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേവില്ല. അപ്പം അതുകൊണ്ട് തീ എപ്പോഴും ശ്രദ്ധിക്കാം. 2 സൈഡും നല്ലൊരു യെല്ലോ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കനം കുറച്ചരിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് പൊളച്ചിട്ട് വരും. സോഡാപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. താങ്ക് യു.